ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ അബുദാബിയിലെ കെസാദ് വ്യവസായ മേഖലയ്ക്ക് സമീപം രണ്ടിടത്ത് വൻ തീപിടുത്തമുണ്ടായി. യുഎഇയുടെ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകൾ തകർത്തുവെങ്കിലും അവയുടെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. ആക്രമണത്തിൽ 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ഇവരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രികളിൽ എത്തിച്ചു. നിലവിൽ സിവിൽ ഡിഫൻസ് വിഭാഗം തീ പൂർണ്ണമായും അണച്ചതായും മേഖലയിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അധികൃതർ അറിയിക്കുകയും ചെയ്തു. മിസൈൽ ആക്രമണം പ്രതിരോധിച്ചെന്നും അവശിഷ്ടങ്ങൾ വീണാണ് 5 പേർക്ക് പരിക്കേറ്റതെന്നും അബുദാബി മീഡിയ ഓഫീസ് അറിയിച്ചു. അതേസമയം മധ്യ ഇറാനിലെ ഗൊഡാബ് യുറേനിയം സംസ്കരണ പ്ലാന്റിൽ ഇസ്രായേൽ ബോംബിട്ടു. ആളപായമോ ആണവ വികിരണമോ ഭീഷണിയോ ഇല്ലെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ തിരിച്ചടിയായി യുഎസിന്റെയും ഇസ്രായേലിന്റെയും വ്യാവസായിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു. ഇതിന് പിന്നാലെ സൗദി അറേബ്യയിലെ യുഎസ് സൈനിക കേന്ദ്രത്തിൽ ഇറാൻ ആക്രമണം നടത്തി. നിരവധി ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും സൈനിക വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തുവെന്നാണ് വിവരം. യുഎസ് ഇസ്രായേൽ പക്ഷ രാജ്യങ്ങളിലെ തുറമുഖങ്ങളിൽ നിന്നോ തിരിച്ചോ ഉള്ള കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. അതിനിടെ ഹോർമൂസ് കടലിടുക്കിലൂടെ ചരക്ക് കപ്പലുകൾ ഇറാൻ സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡിന്റെ അനുമതിയോടെ മാത്രം കടത്തിവിടുന്ന സംവിധാനത്തിലേക്ക് ഇറാൻ കടന്നുവെന്ന് റിപ്പോർട്ടുണ്ട്. കപ്പലുകളിൽ നിന്ന് പണം ഈടാക്കിയെന്നും ആക്ഷേപമുയർന്നു. സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം മാത്രം കപ്പലുകൾ കടത്തിവിടുന്ന സംവിധാനം ഏർപ്പെടുത്തിയതായി ഇറാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ സമുദ്ര ഗതാഗത അതോറിറ്റിയായ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനെ ചൊവ്വാഴ്ച അറിയിച്ചിരുന്നു. കപ്പൽ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള മുൻകരുതൽ നടപടിയാണിതെന്നും വിശദീകരിച്ചു. ഇതിനായി ചരക്ക് കപ്പലുകൾ ഇറാന്റെ സമുദ്രമേഖലയിൽ പ്രവേശിച്ച് സേനയുടെ അനുമതി വാങ്ങിയ ശേഷമാണ് ഹോർമൂസ് കടലിടുക്കിലേക്ക് തിരിയേണ്ടത്. ടോൾ ബൂത്തിന് തുല്യമായ സമ്പ്രദായമാണിത്. യുദ്ധം ആരംഭിച്ച ശേഷം ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള രാജ്യാന്തര ഗതാഗതം 90% കുറഞ്ഞു. മാർച്ച് 1 ശേഷം എണ്ണ ടാങ്കറുകളും ചരക്ക് കപ്പലുകളും അടക്കം 150 കപ്പലുകൾ മാത്രമാണ് കടന്നുപോയതെന്ന് കപ്പൽ ഗതാഗതം നിരീക്ഷിക്കുന്ന ഏജൻസിയായ ലോയ്ഡ്സ് ലിസ്റ്റ് ഇന്റലിജൻസ് പറയുന്നു. യുദ്ധത്തിന് മുൻപ് പ്രതിദിനം നടന്നിരുന്ന ഏകദേശ ഗതാഗതമാണിത്. അതേസമയം ഖാർഗ് ദ്വീപിലെ ടെർമിനലിൽ നിന്നുള്ള ഇറാന്റെ ക്രൂഡ് കയറ്റുമതി തടസ്സമില്ലാതെ യുദ്ധകാലത്തും തുടർന്നു. ഇറാനെതിരെയുള്ള പാശ്ചാത്യ ഉപരോധം വകവയ്ക്കാത്ത ചൈനയിലെ റിഫൈനറികളിലേക്കാണ് ഇതിലേറെയും പോയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ കടത്തിവിട്ട പല കപ്പലുകൾക്കും ഫീസ് ചുമത്തിയെന്നാണ് ലോയ്ഡ് ലിസ്റ്റ് ഇന്റലിജൻസ് ആരോപിക്കുന്നത്. നയതന്ത്ര സമ്മർദ്ദങ്ങളുടെ ഫലമായും ചില കപ്പലുകൾ കടന്നുപോയി. ഇന്ത്യയിലേക്കുള്ള 2 LPG കപ്പലുകൾ കടന്നുപോകുന്നത് ഇങ്ങനെയാണ്. ടോൾ ബൂത്ത് സംവിധാനം സ്ഥിരമാക്കാനാണ് ഇറാൻ നീക്കമെന്നും ഇത് രാജ്യാന്തര നിയമലംഘനമാണെന്നും ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ ആരോപിക്കുകയും ചെയ്തു. കപ്പലുകൾക്ക് ഫീസ് ചുമത്തുന്നതിനുള്ള നിയമനിർമ്മാണം പുരോഗമിക്കുന്നതായി കഴിഞ്ഞ ദിവസം ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ഗൾഫ് മേഖലയിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്നലെ ഗൾഫ് സഹകരണ കൗൺസിൽ യോഗം ചേർന്നിരുന്നു. സമാധാനത്തിന് മുൻഗണന നൽകുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നാണ് അധികൃതർ പ്രഖ്യാപിച്ചത്. GCC രാജ്യങ്ങൾ സംയമനം പാലിക്കുകയാണെന്നും മേഖലയുടെ സുരക്ഷ മുൻനിർത്തി ഇറാനെതിരായ സൈനിക നീക്കങ്ങളിൽ പങ്കാളികളാകില്ലെന്നും GCC സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ഖുദൈവി റിയാദിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇറാനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്കായി GCC രാജ്യങ്ങളുടെ മണ്ണോ ആകാശമോ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന നയതന്ത്രപരമായ നിലപാടാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. യുദ്ധത്തിന് പകരം ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നാണ് GCCയുടെ പക്ഷം. യുദ്ധം വ്യാപിക്കാതിരിക്കാനും ഇറാൻ വിവേകപൂർവ്വം ചിന്തിക്കാനുമായി ഗൾഫ് രാജ്യങ്ങൾ അതീവ സംയമനം പാലിക്കുകയാണ്. സമാധാനപരമായ നയതന്ത്ര പരിഹാരത്തിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നത് എങ്കിലും അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി സ്വയം പ്രതിരോധിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് അവകാശമുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു.